വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പുതിയ വേർഡ്സുകളാണ് കേട്ടോ. കുറേ നാളായിട്ട് വേർഡ് മീനിങ്സ് നോക്കിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് പുതിയ വേർഡ്സും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസുകളാണ്. ഓക്കെ ഓക്കെ ആദ്യം തന്നെ തൊടുക. തൊടുക എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയുന്നത് അറിയോ? ചൂന എന്നാണ്. ചൂന. ചായക്ക് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ ചായയാണ്, മറ്റേ ചായക്ക് വേറെ അർത്ഥമുണ്ട്. ചൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുക. ഇപ്പൊ നമ്മൾ പറയില്ലയോ, ഡോണ്ട് ടച്ച് മീ, എന്നെ തൊടരുത്, എങ്ങനെ പറയാ? മുജെ മത് ചുവോ. ചുവോ എന്നാണ് പറയാ കേട്ടോ. മുജെ മത് ചുവോ എന്ന് പറഞ്ഞാൽ ഡോണ്ട് ടച്ച് മീ, എന്നെ തൊടരുത്. ഇനിയിപ്പോ ഉസ്നെ वो चित्र को धीरे से छुआ, അല്ലെങ്കിൽ वो स्टैचू को, बच्चे ने वो स्टैचू को धीरे से छुआ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്നെ അവൻ ആ സ്റ്റാച്ചുവിനെ പതുക്കെ തൊട്ടു. മനസ്സിലായോ? അപ്പൊ അതാണ് തൊടുക എന്നുള്ളത്, ചുന. ഇനി അതുപോലെ തന്നെ ചുന എന്നുണ്ട്. ചുന ചുന എന്നുള്ളതിന് ഡിഫറൻസ് ഉണ്ട് അല്ലെ? ചുന്ന എന്നാണ് പറയാ കേട്ടോ. ചുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസ് ചെയ്യാന്നാണ്. നമ്മൾ ചൂസ് ചെയ്തെടുക്കില്ലേ, സെലക്ട് ചെയ്യില്ലേ, അതിനാണ് കേട്ടോ. ഇപ്പോൾ ഫ്രൂട്ട്സും അല്ലെങ്കിൽ വെജിറ്റബിൾസും ഒക്കെ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തെടുക്കും അല്ലെ? നല്ലത് നോക്കി, ഇപ്പോൾ ആപ്പിളൊക്കെ ആണെങ്കിൽ നല്ലത് നോക്കിയെടുക്കും. അപ്പൊ അവര് പറയും എന്തെന്ന്, ചുരുക്കെ മത്ത് ലേലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ പറയും കേട്ടോ. ചിലർ പറയും ചുരുക്കെ ലേലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് എടുത്തോളാനാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കെ മത്ത് ലേലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് എടുക്കരുത്, അവരങ്ങ് എടുത്തു തരും. അതാണ് ചുരുക്കെ മത്ത് ലേലോ അല്ലെങ്കിൽ ചുരുക്കെ ലേലോ, സെലക്ട് ചെയ്ത് എടുത്തോളൂ, താങ്കൾ എടുത്തോളൂ എന്ന് പറയുന്നവരുണ്ട് അല്ലെ? അപ്പൊ അതാണ് ചുന്ന. ഓക്കെ, ചുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇലക്ഷൻ ഉണ്ടല്ലോ, ഇലക്ഷൻ തിരഞ്ഞെടുപ്പ്, അതിനെ പറയുന്നത് എന്താണ്? ചുനാവ് എന്നാണ്. ചുനാവ്, അതാണ് ആ ചുന്നയുടെ ഒരു അർത്ഥം വരുന്നത് കേട്ടോ. ചുനാവ് എന്ന് പറയുന്നത് ഇലക്ഷനെയാണ്. ഓക്കെ, അടുത്തതാണ് സൂങ്കന. സൂങ്കന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് ചെയ്യാൻ, മണക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇപ്പൊ സുങ്കർ ദേക്കോ, സുങ്കർ ദേക്കോ എന്ന് പറഞ്ഞാൽ മണത്ത് നോക്കൂ എന്നുള്ളതാണ്. സുങ്കർ ദേക്കോ. പിന്നെ ഇപ്പൊ നമ്മൾ കള്ളന്മാരെയൊക്കെ പിടിക്കുമ്പോ എന്താ പറയാ, ഡോഗ്സ് അല്ലെ, ഡോഗ്സ് മണക്കും അല്ലെ, കള്ളന്മാരുടെ എന്താ പറയുക, മണത്ത് കണ്ടുപിടിക്കുമല്ലോ. കുത്തേനെ ഉസേ സുങ്ക. സുങ്ക, കുത്തേനെ ഉസേ സുങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോഗ് അവനെ മണത്തു എന്നുള്ള അർത്ഥത്തിനാണ് കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു ആണെങ്കിൽ ആ വസ്തു, ചീസ് എന്താണോ അതാണ്. അപ്പൊ സുങ്കിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണക്കുക. ഓക്കെ, അടുത്തതാണ് ഹോന. ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഹോന. ഇപ്പൊ നമ്മള് ഹോനയുടെ ഉപയോഗം വരുന്നത് ഇങ്ങനെയാണ്: ഹുവ, ഹുയി, ഹോത്ത, ഹോത്തി, ഹോഗ, ഹോഗി. ഇതിന്റെ ഒക്കെ അർത്ഥം ഈ സംഭവിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഹോനനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ ക്യാ ഹുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, എന്താ പറ്റിയേ എന്നുള്ള അർത്ഥത്തിലല്ലേ. അപ്പൊ ഈ ഹോനയാണ് അവിടെ ഹുവ എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കബ് ഹോഗി. കബ് ഹോഗി എപ്പോ, ഇപ്പൊ ഷാദി കബ് ഹോഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് എപ്പോ ഉണ്ടാകും, അതാണ് കബ് ഹോഗി. അപ്പൊ അവിടെയും ഈ ഹോന എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലായോ? ഈ ഹോന വെക്കുന്നത് ഇങ്ങനെ വരുന്ന എല്ലാ വാക്കുകളുടെ പുറകിൽ വരുന്നത് ഈ ഹോനയുടെ രൂപങ്ങളാണ്. ഓക്കെ, ഹോന എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. അതുപോലെ തന്നെ ഇനി മറ്റൊരു വാക്ക് കോന. കോന. കോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുക എന്നുള്ള അർത്ഥം. ലോസ് ആണ് കേട്ടോ, നഷ്ടപ്പെടുക, അതാണ്. ഇപ്പോ മേ തുമേ ഖോന നഹി ചാഹത്താ ഹൂം. മേ തുമേ ഖോന നഹി ചാഹത്താ ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഞാൻ നിന്നെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോ കോന എന്നുള്ള വാക്ക് വരുന്നത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുമല്ലോ, അതിനെ സൂചിപ്പിക്കുന്നതാണ്. ആ ഒരു അർത്ഥത്തിലാണ്. മനസ്സിലായോ? ഓക്കെ, അതുപോലെ തന്നെ കോദിന. കോന കഴിഞ്ഞ കോദിന, ഇതിനൊക്കെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ വാക്കിന്, അർത്ഥത്തിന്. കോദിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോ ഏക് ഗഡ്ഡ കോദോ, യഹാം ഏക് ഗഡ്ഡ കോദോ, യഹാം ഏക് ഗഡ്ഡ കോദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗഡ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴി എന്നർത്ഥമാണ് കേട്ടോ. ഇവിടെ ഒരു കുഴി കുഴിക്കൂ. കോദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിക്കൂ. അപ്പോ കോദിന കുഴിക്കുക. ഇനിയുള്ളത് കോജിന. കോജിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. കണ്ടെത്തുക, ഇപ്പോ ഡിസ്കവർ എന്നൊക്കെയാണ് അതിനെ പറയുന്നത് കേട്ടോ. കോജിന. ഇപ്പൊ ഈ നിധി തിരയുക എന്നൊക്കെ പറയില്ല, നിധി തിരയുക, അതിനൊക്കെ പറയുന്നത് ഈ കോജിന എന്നുള്ള വാക്കിലാണ്. ഖസാന കോജോ, ഖസാന കോജിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിധി തിരയുക.
അതാണ് കേട്ടോ. ഇനി വേറൊരു തിരയുകയുണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൂണ്ടന. നമ്മൾ പേനയൊക്കെ പോയില്ലയോ, പേനയൊക്കെ നമ്മൾ കോജിന എന്ന് പറയില്ല. പേനയൊക്കെ പോയി അല്ലെങ്കിൽ ബുക്ക് നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ കാണാതായ നമ്മൾ കോജോ എന്നല്ല പറയാ, ഡൂണ്ടോ എന്നാ പറയാ. ഡൂണ്ടന എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തിരയുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ പേനയൊക്കെ തിരയുന്നതിന് ഡൂണ്ടന. അതല്ല ഈ നിധി പോലെയുള്ള കാര്യങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോജിന. മനസ്സിലായോ? ശരി. ഇനി ഇതുപോലെയുള്ള വാക്കാണ് കൂതന. കൂതന എന്ന് പറഞ്ഞാൽ എന്താ? ചാടുക എന്നാണ് അർത്ഥം. നോർമലി നമ്മൾ ചാടില്ല, അതിനെയാണ് കേട്ടോ കൂതന എന്ന് പറയണത്. കുതോമത് നമ്മൾ മക്കളോടൊക്കെ പറയുന്നില്ലേ, കുതോമത് ചാടരുത് എന്നാണ്. അപ്പോൾ കോജിന, അതുപോലെ തന്നെ കൂതന, അതുപോലെ തന്നെ കോന, ഇങ്ങനെയുള്ള ഒരുപോലെയുള്ള വാക്കുകൾ കുറേ ഉണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം മീനിങ് എൻ്റയർലി ഡിഫറെന്റ് ആണ് കേട്ടോ. ശരി. അടുത്തതാണ് ചിടാന. ചിടാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുക. കളിയാക്കുക. ഇപ്പൊ നമ്മൾ പറയില്ലേ, അവൻ എന്തിനാ കളിയാക്കണേ? ഉസേ ക്യൂ ചിടാ രഹേ ഹോ, ഉസേ ക്യൂ ചിടാ രഹേ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിടാന എന്നാണ് അവിടെ വരുന്നത് അല്ലെ. ചിടാനയുടെ ചിട. ഓക്കെ. അവൻ എന്തിനാ കളിയാക്കുന്നത്? ഇനിയിപ്പോ അവൻ എപ്പോഴും എന്താ പറയാ, എന്റെ പേരെടുത്ത് എന്നെ എപ്പോഴും കളിയാക്കും. वो हमेशा मेरा नाम लेकर मुझे चिढ़ाती है, അല്ലെങ്കിൽ चिढ़ाती थी, കളിയാക്കുമായിരുന്നു. മനസ്സിലായോ? वो हमेशा मेरे नाम लेकर मुझे चिढ़ाती थी. അവളെപ്പോഴും എന്റെ പേരും പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേര് എന്താ പറയാ, വേറെ എക്സ്ട്രാ പേരൊക്കെ പിടിച്ച് കളിയാക്കൂല. അത്രയേ ഉള്ളൂ കേട്ടോ. ശരി. ഇനി അടുത്തതാണ് ചോടന. ചോടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടുക. ചോടന. മുझे छोड़ो, എന്നെ വിടൂ. മുझे छोड़ो, എന്നെ വിടൂ. छोड़ो मत, വിടരുത്. छोड़ो मत, വിടരുത്. മനസ്സിലായോ? ഇനി मुझे ये काम नहीं छोड़ना है, मुझे ये काम नहीं छोड़ना है എന്ന് പറഞ്ഞാൽ എന്താ? मुझे എനിക്ക്, ये काम എന്ന് പറഞ്ഞാൽ ഈ ജോലി, नहीं छोड़ना है വിടണ്ട. नहीं छोड़ना എന്നല്ല പറഞ്ഞത്, വിടണ്ട. അതാണ് എനിക്ക് ഈ ജോലി വിടണ്ട, അതാണ് കേട്ടോ. ഓക്കെ. അടുത്തത് ജാന്ന. ജാന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുക എന്നാണ് കേട്ടോ. അറിയുക, ജാന്ന. ഇപ്പൊ മേ ജാൻതാ ഹൂം, മേ ജാൻതി ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം എന്നുള്ളതാണ്. ഇപ്പൊ ഹർ ആദ്മി അപ്നെ ബാരെ മേ അച്ഛാ സെ ജാൻതാ ഹെ. ഹർ ആദ്മി അല്ലെ. ഹർ ആദ്മി എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും അപ്നെ ബാരെ മേ അവനവനെ കുറിച്ച്, ഓക്കെ, അപ്നെ ബാരെ മേ അച്ഛാ സെ ജാൻതാ, സബ്സെ അച്ഛാ സെ അല്ലെ. അച്ഛാ സെ എന്നല്ല, സബ്സെ വളരെ നന്നായി, അതാണ് കേട്ടോ. ഹർ ആദ്മി അപ്നെ ബാരെ മേ സബ്സെ അച്ഛാ ജാൻതാ ഹെ. അപ്പോൾ ജാന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുക എന്നുള്ളതാണ്. ഓക്കെ. ശരി. അടുത്തത് ചാഹന. ചാഹന നമ്മൾ ലാസ്റ്റ് ഒരു സെന്റൻസിൽ പറഞ്ഞിരുന്നു അല്ലെ. ചാഹന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുക എന്നാണ്. ഓക്കെ. ഇപ്പൊ മേ ബഡാ ഹോക്കർ एक डॉक्टर അല്ലെങ്കിൽ എഞ്ചിനീയർ कुछ तो ठीक है, मैं बड़ा होकर एक डॉक्टर बनना चाहता था അല്ലെങ്കിൽ चाहती थी എന്ന് പറഞ്ഞാൽ ഞാൻ വലുതായിട്ട് ബഡാ ഹോക്കർ, മേ ബഡാ ഹോക്കർ एक डॉक्टर അല്ലെങ്കിൽ ഡോക്ടർ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഓക്കെ. ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അല്ല കേട്ടോ, ചാത്തി തീ എന്നാണ് പറഞ്ഞത്. ചാത്താ ഥാ എന്നാണ് പറഞ്ഞത്. ഥായായപ്പോ അതായിരുന്നു, ഇപ്പൊ അല്ല എന്നുള്ള അർത്ഥത്തില. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നാണെങ്കിൽ ചാത്താഹേ, അല്ലെങ്കിൽ മേ ആയതോടെ ചാത്താഹും. മനസ്സിലായോ? ആഗ്രഹിക്കുന്നു എന്നുള്ള അർത്ഥത്തില്. അപ്പൊ ചാത്ത. അതുപോലെ തന്നെ ജൈസ ചാത്തേ ഹോ വൈസ കരേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടില്ലേ ജൈസ വൈസ. ജൈസ ആ ചാത്തേ ഹോ, താങ്കൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്, വൈസ കരേ, അതുപോലെ ചെയ്യും. അതാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ചാഹന എന്ന് പറയുന്നത് ആഗ്രഹിക്കുക. ഇനി ടേൺ. ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടുന എന്ന് വെച്ചാൽ എന്താ? തിരിയ അല്ലെ. മുടുന എന്നാ പറയണേ. ഇപ്പൊ പിച്ച് മൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകോട്ട് തിരിയും. അതുപോലെ തന്നെ ബയമൂട്ട്. ബയമൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ്, ടേൺ ലെഫ്റ്റ്, അതാണ്. അതുപോലെ തന്നെ ദായമൂട് അല്ലെങ്കിൽ ദായിമൂട്, ദൈനമൂട് എന്നൊക്കെ പറയും കേട്ടോ. ടേൺ റൈറ്റ്, ദൈനെ മൂഡ്. മുഡ് എന്നാണ് കേട്ടോ. മൂന്നില്ല, മൂഡിനാന്നില്ല, മുഡ് എന്നാണ്. അപ്പൊ മുഡിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ. ഓക്കെ. ശരി. ഇനി റുക്ന. റുക്ന എന്ന് പറഞ്ഞാൽ എന്താ?
നിൽക്കുക എന്നാണ് അർത്ഥം അല്ലെ, റുക്ന. ഇപ്പൊ യഹാ റുക്കോ, യഹാ റുക്കോ, യഹാ റുക്കോ, താങ്കൾ ഇവിടെ നിൽക്കൂ എന്നാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു വണ്ടിയിൽ പോകുമ്പോൾ നമ്മളിപ്പോ ഇവിടെ നിർത്തും, ഒരു ഓട്ടോയിൽ പോവാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ നിർത്തും എന്ന് പറയുന്നത് റോക്ന എന്നാണ് പറയുന്നത്, റോക്കോ, യഹാ റോക്കോ. അപ്പൊ അവിടെ യഹാ റുക്കോ എന്നല്ല, യഹാ റോക്കോ എന്ന് വെച്ചാൽ ഇവിടെ നിർത്തൂ എന്നാണ്. അതുകൊണ്ടാണ് ആ ഡിഫറൻസ് കേട്ടോ. നിൽക്കൂ, നിർത്തൂ, റുക്കോ, റോക്കോ. അപ്പൊ റുക്ന. ഇനി അതുപോലെ തന്നെ ജീത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കുക എന്നാണ്. ജീത്ന. ഓക്കെ, മേ ജീത് ഗയ എന്ന് പറയാം, ഞാൻ വിജയിച്ചു എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് വേർഡ് കേട്ടോ, കണ്ടിന്യൂ ചെയ്യാം, തുടർന്നുകൊണ്ടിരിക്കുക. അതിനെന്താ പറയാ, ജാരി രഖ്ന. അപ്പൊ അതിനൊരു സെന്റൻസ് പറയട്ടെ. आप लोगों को हिंदी सीखना जारी रखना चाहिए. आप लोगों को हिंदी सीखना जारी रखना है അല്ലെങ്കിൽ രഖന ചാഹിയേ. ഇതിന്റെ മലയാളം നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്നും പറയണ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോഴത്തെ ക്ലാസ്സിൽ കാണാം. ബൈ.